എന്താണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സും പുതിയ ഫിലിം മേക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസം? ആ, ഈ കാര്യത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷൻസ് സാധാരണമാണ്. ഞാനൊരു പുതിയ ഫിലിം മേക്കറാകാൻ പോകുന്ന ആളാണ്, ആ വഴിയെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് 100 സിനിമ ഒരാൾ ചെയ്തതുകൊണ്ട് അയാൾക്ക് ഓക്കെ, ഒരു പുതിയ 1-2 സിനിമ ചെയ്ത ആളെക്കാളും ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ മിടുക്കുണ്ടാവും എന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, 100 വയസ്സ് പ്രായമുള്ള ഒരാൾ 20 വയസ്സുകാരൻ്റെ കുപ്പായം ഇട്ട് നിന്നാൽ ഓക്കെ, കാണുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ അയാളുടെ ആരോഗ്യം എന്തോരം ഉണ്ട് എന്നുള്ളത് ഈ 20 വയസ്സുകാരനെ അപേക്ഷിച്ച് നമുക്കറിയാമല്ലോ. ആ ഡിഫറൻസ് ആണ് ഇവിടെ. ഇപ്പോൾ 100 സിനിമ ചെയ്ത ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹത്തെ മോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ട്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ സിനിമകളെല്ലാം ചെയ്തിരിക്കുന്നത്. കാലം മാറിയതോടുകൂടി പുതിയ അതുപോലെ മോൾഡ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്നേ പുതിയ സിനിമകൾ വരത്തുള്ളൂ. മറ്റേയാൾക്ക് സിനിമകൾ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഉണ്ടയില്ല പിടി പോലെയാണത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം 100 സിനിമ ചെയ്ത ഒരാളെ, ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ആളെ വീക്ഷിക്കും. ആ ആളിൽ നിന്ന് ഇൻസ്പിരേഷൻ എനിക്കുണ്ട്. കാരണം 100 സിനിമ ചെയ്ത ഒരാളാണ്, ഓക്കെ, എനിക്കും വേണ്ടി വന്നാൽ 101 സിനിമകൾ ചെയ്യാം എന്നുള്ളൊരു എയിം സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരിശോധിച്ചതിന് ശേഷം അതിലും ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞാൻ ചെയ്യുക. ഇത് രണ്ടുമാണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫിലിം മേക്കറിൽ നിന്ന് എന്നെപ്പോലൊരു ഫിലിം മേക്കർ, ഒരു പുതിയ ഫിലിം മേക്കർ ചെയ്യേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും ഈ 100 സിനിമ ചെയ്ത ഒരു പഴയ ഫിലിം മേക്കറേക്കാളും ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു ഫിലിം മേക്കറിനാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. കാരണം പുതിയ സിനിമ പുതിയ ആളിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. മറ്റേ ആൾ ഒരു ഇൻസ്പിരേഷൻ മാത്രം. താങ്ക് യു.